ഗായ്സ് കുറേ ദിവസമായി വീഡിയോ എഡിറ്റ് ചെയ്തിട്ട് പിന്നെ വോയിസ് ഓവർ കൊടുക്കാനുള്ള മടി കാരണം ഞാൻ അത് അങ്ങനെ വെച്ചിരിക്കുകയാണ്. പിന്നെ ഞാൻ കുറേ ദിവസമായി ചേച്ചിയും കൊച്ചിനെയും കണ്ടിട്ട്, അപ്പോൾ അങ്ങനെ ഓർത്ത് ഞാൻ എന്നാൽ ചേച്ചിയുടെ വീട്ടിലേക്ക് പോകാമല്ലോ എന്ന് ഓർത്ത് അങ്ങനെ ഒരുങ്ങി ഇറങ്ങിയതാണ്. എനിക്ക് അപ്പം തോന്നി, അപ്പം ഞാൻ ഒരുങ്ങി ഇറങ്ങി. ഇത് നമ്മുടെ ഗോപി സുന്ദറിൻ്റെ വീടാണ്. പിന്നെ ഞങ്ങൾ ബോട്ടിൽ കയറിയപ്പോൾ വലിയ തിരക്കും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. ഈ ഒരു 11:30 ബോട്ടിനാണ് പോയത്, അതുകൊണ്ടായിരിക്കും വലിയ തിരക്കൊന്നും കാണാഞ്ഞത്. പിന്നെ ഞങ്ങൾ നെടുമുടി എത്താറായി. ഞങ്ങൾ ആ പാലം കാണുമ്പോൾ അറിയാമല്ലോ നെടുമുടി എത്താറായെന്ന്. അങ്ങനെ ഞങ്ങൾ ബോട്ടിൽ വന്ന് കുറച്ച് ലേറ്റായി. ബോട്ട് എന്താണോ എന്തോ, പിന്നെ മഴയും കാര്യങ്ങളായതുകൊണ്ട് ഓരോ ജെട്ടി എടുക്കുമ്പോൾ അതങ്ങനെ നല്ല കാറ്റാകുമ്പോൾ അങ്ങനെ അടുപ്പിച്ചിരുന്നതുകൊണ്ടായിരിക്കും ലേറ്റായിട്ടാണ് വന്നത്. പിന്നെ നെടുമുടി എത്തി. അവിടെ നിന്ന് ഞങ്ങൾ നടക്കുകയാണ്. പക്ഷേ എല്ലായിടത്തും വെള്ളമാണ്. കുട്ടനാട്ടുകാരുടെ അവസ്ഥയാണ് മഴ പെയ്താൽ വെള്ളം. നമ്മൾ അങ്ങോട്ട് കിടക്കുമ്പോൾ റോഡും കൂടി ഇല്ലെങ്കിൽ ചളിഞ്ഞേ പുളിഞ്ഞേ നടക്കേണ്ടി വരും. ഒരിടത്ത് വെക്കുന്നിടത്ത് മൊത്തം വെള്ളം. പിന്നെ പട്ടിഷോയാണ്, പുതിയ ടോപ്പൊക്കെ എടുത്തതിൻ്റെ ഒരു പട്ടിഷോ. പിന്നെ അവിടെ നിന്ന് ഞങ്ങൾ കുറച്ചധികം നടക്കാനുണ്ട് ബസ് സ്റ്റാൻഡിലേക്ക്. നേരത്തെ ആയിരുന്നാൽ കുറച്ചങ്ങോട്ട് മാറിയായിരുന്നു, ഇനിയിപ്പോൾ കുറച്ചധികം മാറിയാണ് ബസ് സ്റ്റാൻഡ് നെടുമുടി. പിന്നെ ബസ് വന്ന് ഞങ്ങൾ ബസ്സിൽ കയറി. കണ്ട സീറ്റിൽ തന്നെ ഞാനും എൻ്റെ കസിനും കൂടെ അങ്ങ് കയറിയിരുന്ന്. ആരെയും നോക്കാതിരുന്നില്ല, ഞങ്ങൾ പെട്ടെന്ന് തന്നെ കയറി അങ്ങ് ഇരുന്ന്. നമ്മൾ തട്ടാശ്ശേരി ബസ്സിലാണല്ലോ പോണത്. അപ്പം ഈ പാടത്തെ എല്ലാം വെള്ളം കെട്ടിയിട്ടിരിക്കുകയാണ്, നിറച്ചും വെള്ളമാണ്. അപ്പുറത്തും പാടം ഇപ്പുറത്തും പാടം, അപ്പം നടുക്കാണ് റോഡ്. അപ്പം വെള്ളവും മഴയും കൂടെ ആയപ്പം നല്ല രസം. പിന്നെ ഞങ്ങൾ ബസ് ഇറങ്ങി. അവിടെ നിന്ന് ഞങ്ങൾ പിന്നെ നടന്ന് ചേച്ചിയുടെ അങ്ങോട്ടേക്ക് കുറച്ചധികം ദൂരമുണ്ട് നടക്കാനായിട്ട്. പിന്നെ ഇത്തവണ ഞങ്ങൾ പെട്ടെന്ന് പോകാനോർത്ത് ഞാൻ വേറൊരു വഴി കൂടെയാണ് പോയത്. പക്ഷേ നടക്കാനുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു മറ്റേ പള്ളിയുടെ അതിൽ കൂടെ പോകണമെന്ന് തോന്നുന്നു ഇത്തിരി കൂടെ എളുപ്പം. പിന്നെ ചേച്ചിയുടെ അവിടെ എത്തിയപ്പോൾ പിന്നെ ഒരു നീന്താനുള്ള ഒരു കുളത്തിൻ്റെ അത്രയും വെള്ളം ഉണ്ടായിരുന്നു അവിടെ. പിന്നെ ഞങ്ങൾ ചേച്ചിയുടെ വീട്ടിലെത്തി. ഞാൻ വീട്ടിൽ ചെന്ന് അങ്ങനെ വലിയ വീഡിയോ ഒന്നും എടുത്തില്ല ഗൈസ്, അവർക്ക് ബുദ്ധിമുട്ടാവില്ലല്ലോ. പിന്നെ ഞാൻ ബോട്ടിൽ കയറി ഷവർമ അയച്ച്. പിന്നെ ഞാൻ വീട്ടിൽ വന്നപ്പോഴാണ് അച്ഛൻ ചിക്കൻ വെട്ടി വെച്ചിരിക്കുന്നത്. പിന്നെ ചിക്കൻ അങ്ങ് വറുത്ത് കഴിഞ്ഞാണ് ഒരു ട്രിപ്പ് വറുത്ത് കഴിഞ്ഞാണ് ഓർത്തത് അയ്യോ വീഡിയോ എടുക്കണമല്ലോ എന്ന്. പിന്നെ അങ്ങനെ വീഡിയോ എടുത്തതാണ്. പിന്നെ സബോള എല്ലാം വാട്ടി. പിന്നെ ചിക്കൻ വറുത്ത കുറച്ച് ഗ്രേവി ഉണ്ടായിരുന്നു, ഞാൻ സബോളയ്ക്കകത്ത് അതും കൂടെ ഒഴിച്ച് അത് സെറ്റ് ചെയ്ത് വെച്ച്. പിന്നെ വിരുന്നക്കാരും ചേട്ടനും കൂടെ വരുമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഓർത്തെന്നാൽ അതും കൂടെ റെഡിയാക്കി വെച്ചേക്കാമെന്ന്. അങ്ങനെ ചിക്കനും വറുത്ത് ചിക്കൻ ആ ഗ്രേവിക്കകത്തൊക്കെ ഇട്ട് അത് സെറ്റ് ചെയ്ത് മാറ്റി വെച്ച്. അതിൽ കുറച്ച് സോസും മറ്റേ ഫ്രഷ് ക്രീമും കൂടെ ഒഴിച്ച് അടിപൊളിയാണ് ഗൈസ്. പിന്നെ വീട്ടിൽ വന്ന് ഞമ്മ കഴിച്ചു.